കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നാസിക്കിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 21:55, 23-നാണ് എൻ്റെ ട്രെയിൻ വരുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പം നാസിക് വിശേഷങ്ങളുമായി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ കാത്തിരിക്കുക, കണ്ടോളൂ, എന്നിട്ട് സപ്പോർട്ട് ചെയ്തോളാം. ഓക്കെ. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നേരെ ലഗേജൊക്കെ വെയിറ്റിംഗ് റൂമിൽ വെക്കാനുള്ള പോക്കാണ് ഇത്. വെയിറ്റിംഗ് റൂം ഏകദേശം എത്താനായി. ഇതാണ് വെയിറ്റിംഗ് റൂം. ഇനി അവിടെ ലഗേജൊക്കെ വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. അതിനിടയിൽ വന്ദേ ഭാരത് ട്രെയിൻ ഒരു മിന്നായം പോലെ അങ്ങ് പോയി. കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പതിനൊന്ന് മണിക്ക് വരേണ്ട ട്രെയിൻ 12 മണിക്കാണ് വന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി. ഇനി നന്നായൊന്ന് ഉറങ്ങട്ടെ. രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ. രാവിലെയായി. മെല്ലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിക്കാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് AC കമ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലുള്ളൊരു സീറ്റാണ്. ഇങ്ങനെയൊരു സീറ്റ് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കമ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് ഒരു സീറ്റ്, ഡോറിൻ്റെ അടുത്തായിട്ട്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. രാവിലെ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും കഴിച്ചില്ല. ഇവിടെയുള്ള പ്രശ്നം, ഈ ട്രെയിനിൽ പാൻട്രി ഇല്ല. അത് കാരണം ഭക്ഷണം എപ്പോഴെങ്കിലും കിട്ടിയാലായി, ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിയാൽ വന്നാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഭക്ഷണം വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ഞാൻ. കണ്ണൂർ മുതൽ നാസിക് വരെയുള്ള യാത്രയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. നാസിക്കിലുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ നാസിക്കിൽ നിന്നും ഞാൻ നേരെ പോകുന്നത് ഷിർദിയിലേക്കാണ്. ഷിർദിയിലേക്കുള്ള വീഡിയോ അടുത്ത ഇതിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് വീഡിയോകൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ യാത്ര. എന്നോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർ പോന്നോളൂ. കമൻറ്റുമായി സപ്പോർട്ടുമായി നിങ്ങൾ ഒപ്പമുണ്ടെന്ന വിശ്വാസത്തോടെ ഞാൻ യാത്ര തുടരുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നലെ 11-12 മണിക്ക് കയറിയതാണ് നാസിക്കിലേക്ക് ട്രെയിൻ. ഇന്ന് ഏകദേശം 8:30 മണിയായി. ഇതുവരെ ട്രെയിൻ അവിടെ എത്തിയിട്ടില്ല. ലേറ്റാണ്. ഏകദേശം 9:40, 10 മണിക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നാസിക് യാത്രയാണ്, നമ്മൾ ആസ്വദിക്കും. ഹലോ, നമസ്കാരം. അപ്പോൾ നിങ്ങൾ കണ്ടത് കണ്ണൂർ മുതൽ നാസിക് വരെയുള്ള ട്രെയിൻ യാത്രയാണ്. നമ്മുടെ ട്രെയിൻ യാത്രയെക്കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാം. ട്രെയിനിലെ യാത്ര എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഉള്ള പോലെയല്ല പുറമേക്ക്, കേരളത്തിന് പുറത്തേക്കുള്ള ട്രെയിൻ യാത്ര. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ പ്രശ്നം. നല്ല രീതിയിലുള്ള ഒരു ഫുഡും കിട്ടാനുള്ള സാധ്യത കുറവാണ്. ചായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മധുരത്തിൻ്റെ അതിപ്രസരം എന്നല്ലാതെ വേറെ ഒരു ഗുണവും അതിൽ കാണാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ നല്ല ചായ കിട്ടും കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഒരു തരത്തിലും കൊള്ളാത്ത ഒരു ചായ. പിന്നാന്ന് വേറെ ബാത്റൂം, അയ്യോ, അത് പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ രാവിലെ ആയിട്ടും ഉച്ചയായിട്ടും എനിക്ക് കുളിക്കാനോ ഒന്നും പറ്റിയില്ല. ബാത്റൂമിലും മര്യാദയ്ക്ക് പോകാൻ പറ്റിയില്ല. കാരണം AC കമ്പാർട്ട്മെൻറ്റിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പുറമേ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി.
പിന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളം വിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ സിംഗിൾ ലൈനായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ട്രെയിനുകളൊക്കെ വരുന്ന സമയത്ത് ഇതിനെ ഏതെങ്കിലും ചെറിയ സ്റ്റേഷനിൽ പിടിച്ചിടും. കുറേ സമയം അവിടെ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് മറ്റേ ട്രെയിൻ പോയതിന് ശേഷം മാത്രമേ ഇതിനെ വിടുള്ളൂ. ചില സമയത്ത് വേറെ ട്രെയിനിനെ അവിടെ പിടിച്ചിടും, എന്നിട്ട് ഇതിനെ അങ്ങ് കടത്തി വിടും. ഇങ്ങനെ 8:40 രാത്രി 8:40 നാസിക്കിലെത്തേണ്ട വണ്ടി എത്തിയത് 11:30-12 മണിയാകുമ്പോഴാണ്. അവിടുത്തെ നാസിക് സ്റ്റേഷൻ്റെ കാര്യങ്ങളും മറ്റും ഓരോ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ റിസീവ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് 10 മണിക്കായിരുന്നു. 8:40 അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ ആ ഭാഗവും അതിൻ്റെ പുറമേയുള്ള കാഴ്ചകളൊക്കെ വീഡിയോ പകർത്താമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ട്രെയിൻ എത്തിയത് 11:45 അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യാൻ വന്നവർ വരെ അവിടെ കാത്തിരുന്ന് ഒരു വിധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോകളൊന്നും പകർത്താൻ പറ്റിയില്ല. അവിടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്, താമസ സ്ഥലത്തേക്ക് ഉണ്ടായത്. അടുത്ത വീഡിയോയിൽ നാസിക്കിൽ നമ്മൾ താമസിച്ച സ്ഥലവും അതിൻ്റെ പരിസരങ്ങളും ഞാൻ വീഡിയോയിൽ പകർത്തി ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.